ബംഗളൂരുവിൽ നിന്നും അതിസാഹസികമായി കൊച്ചിയിലേക്കുള്ള MDMA കടത്ത്. യുവതിയും കാമുകനുമാണ് എക്സൈസിന്റെ പിടിയിലായിരിക്കുന്നത്. 4 വർഷമായി കേരളത്തിലെ നിശാപാർട്ടികളെ ലക്ഷ്യമിട്ട് ലഹരി വ്യാപനം നടത്തിയിരുന്ന സംഘമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നതെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ഒളിപ്പിച്ച രീതി മുതൽ രഹസ്യ ഇടപാടുകൾ വരെ അന്വേഷണത്തിൽ പുറത്തു വന്നിരിക്കുകയാണ്. കൊച്ചിയിൽ വൻ MDMA വേട്ട. ബംഗളൂരുവിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന 94 ഗ്രാം MDMAയുമായി യുവതിയും കാമുകനും എക്സൈസിന്റെ പിടിയിലായി. എറണാകുളം സൗത്തിലെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് ആദ്യം മുഹമ്മദ് ഷാഫിയെ 65 ഗ്രാം MDMAയുമായി പിടികൂടിയത്. ബാക്കിയുണ്ടായിരുന്ന ലഹരിമരുന്ന് ആലപ്പുഴയിലെ വീട്ടിൽ ഒളിപ്പിച്ച ശേഷം തിരിച്ചെത്തിയ സരിതയെയും പിന്നീട് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പ്രതികൾ ബംഗളൂരുവിൽ നിന്നും നേരിട്ട് MDMA വാങ്ങി ടൂറിസ്റ്റ് ബസ്സുകളിലൂടെയാണ് കേരളത്തിൽ എത്തിച്ചിരുന്നത് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. യാത്രയ്ക്കിടെ ബസ്സുകൾ മാറിക്കയറി പരിശോധനകളിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു പതിവെന്നും എക്സൈസ് സംഘം പറയുന്നു. കൊച്ചിയിലെ നിശാപാർട്ടികൾ കേന്ദ്രീകരിച്ചായിരുന്നു ലഹരി വിൽപ്പന. സിഗ്നൽ ആപ്പിലൂടെ വ്യാജ പേരുകളിൽ ഇടപാടുകൾ നടത്തിയിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ഗ്രാമിന് ആയിരങ്ങൾ ലാഭം ലഭിക്കുന്ന രീതിയിലായിരുന്നു കച്ചവടമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. അതിനിടെ വടകരയിലെ MDMA കേസിലും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അറസ്റ്റിലായ 3 അധ്യാപികമാരിൽ 2 പേർ മുൻപ് ഒരു അധ്യാപക സംഘടനയുടെ ഭാരവാഹികളായിരുന്നുവെന്ന വിവരവും പുറത്തുവരുന്നു. ഡെലിവറി ശൃംഖല, സാമ്പത്തിക ഇടപാടുകൾ, മറ്റു ബന്ധങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടരുകയാണ്. ലഹരി വ്യാപാര ശൃംഖലയിലെ കൂടുതൽ കണ്ണികളെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ എക്സൈസും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.